നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞതോടെയാണ് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ പേരിനോട് സാമ്യമുള്ള രണ്ടുപേർ കൂടി മത്സരരംഗത്തുണ്ടെന്ന് വ്യക്തമായത്. കോട്ടയം കൂവപ്പള്ളി സ്വദേശി ഫ്രാൻസിസ് ജോർജും തൃശൂർ അഞ്ചേരി സ്വദേശി ഫ്രാൻസിസ് ജോർജുമാണ് UDFന് തലവേദനയായിരിക്കുന്നത്. രണ്ടുപേരും LDFന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ. CPM പാറത്തോട് ലോക്കൽ കമ്മിറ്റി അംഗമാണ് അപരന്മാരിൽ ഒരാളായ ഫ്രാൻസിസ് ജോർജ്. മറ്റൊരു അപര സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ് ആകട്ടെ മാണി ഗ്രൂപ്പ് തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും. ഇരുവരും പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം LDFന്റെ ഭാഗത്തു നിന്നുണ്ടായത് പരാജയ ഭീതി കൊണ്ടുള്ള നീക്കമെന്ന് ഫ്രാൻസിസ് ജോർജ് ആരോപിച്ചു. LDF അറിഞ്ഞല്ല ഇവർ മത്സരിക്കുന്നത് എങ്കിൽ അവർക്കെതിരെ ഇന്ന് തന്നെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും. കാരണം അവർ മത്സരിക്കുന്നത് അവരുടെ തന്നെ പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടി ഉൾപ്പെടുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ്. അതൊരു ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്. ഫ്രാൻസിസ് ജോർജിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്ന ചിഹ്നത്തിന് സമാനമായ ചിഹ്നം അപരന്മാർക്ക് ലഭിക്കുകയാണെങ്കിൽ അത് UDFന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. എന്നാൽ ചിഹ്നം തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ലെന്നാണ് UDFന്റെ ആത്മവിശ്വാസം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏത് ചിഹ്നം കിട്ടിയാലും ഞങ്ങളുടെ പ്രവർത്തകർ വീട് വീടാന്തരം കയറിയിറങ്ങി അത് പ്രചരിപ്പിക്കും, പഠിപ്പിക്കും. അതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിനു മുൻപ് രണ്ട് കേരള കോൺഗ്രസുകളും നേരിട്ട് ഏറ്റുമുട്ടിയ 1980 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആനയും കുതിരയുമായിരുന്നു ഇരു പാർട്ടികളുടെയും ചിഹ്നങ്ങൾ. ഒട്ടക ചിഹ്നത്തിൽ മത്സരിച്ച അപരന് കിട്ടിയതാകട്ടെ 11,000-ലധികം വോട്ടും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ചിഹ്നമെന്നത് ഒരു ചിഹ്നക്കാര്യമല്ല. ക്യാമറാമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് എസ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.